ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രൗഢോജ്വലമായിരിക്കുന്ന ഒരു കൃത്യമായ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യ ഭരിക്കുന്ന ഭരണകൂടം ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ ഭരണകൂടത്തെ ചോദ്യം ചെയ്യാൻ, ആ ഭരണകൂടത്തെ നിലക്ക് നിർത്താൻ, ആ ഭരണകൂടത്തെ താക്കീത് ചെയ്യാൻ ഇന്ത്യയിലെ പൗരന്മാർക്ക് അവകാശമുണ്ട്, അവസരമുണ്ട് എന്നുള്ളതാണ്. അഥവാ നമ്മുടെ രാജ്യത്ത് ഒരു ഇലക്ഷൻ പ്രക്രിയ നടക്കുന്നു എന്നുള്ളതാണ്. ആ ഇലക്ഷൻ പ്രക്രിയയിലൂടെ ജനങ്ങൾക്ക് അവരുടെ വികാരത്തെ അടയാളപ്പെടുത്താൻ, ആ വികാരത്തിനപ്പുറമായി ഒരു കടുകുമണി അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകില്ല. ഇന്ത്യയുടെ ജനമനസ്സുകൾക്ക് അനുസൃതമായിട്ടായിരിക്കും ആ ജനങ്ങളെ സേവിക്കുന്ന സേവകർ കടന്നു വരിക എന്നുള്ളത് ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രൗഢോജ്വലമായിരിക്കുന്ന ഒരു കർത്തവ്യമാണ്, ഒരു സൗന്ദര്യമാണ്. ഇതിനെയാണ് ഇപ്പൊ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതിനെയാണ് ഇപ്പൊ തകർത്തുകൊണ്ടിരിക്കുന്നത്, ഇതിനെയാണ് ഇല്ലാതെയാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനെയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ ഗ്രാമനഗരങ്ങളിൽ ഞങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് വോട്ട് ഫോർ ഡെമോക്രസി എന്ന് പറയുന്ന ഒരു സന്നദ്ധ സംഘടന വളരെ കൃത്യമായിട്ട് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ ഭരണകൂടത്തിന്റെ ഇലക്ഷൻ സംവിധാനത്തെക്കുറിച്ച് ആധികാരികമായി പഠനം നടത്തുകയാണ്. ആ പഠനം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഉദ്ഘാടക പ്രാസംഗികൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ 2024 നടന്ന പാർലമെന്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മഹാരാജ്യത്ത് BJP ഗവൺമെന്റ് അധികാരത്തിലേക്കെത്താൻ 5 കോടിയിലധികം വരുന്ന വോട്ടുകൾ നടത്തിയെന്ന് ഏതെങ്കിലും ഒരുത്തൻ വെടുവായിത്തം പറഞ്ഞതല്ല. ഈ രാജ്യത്ത് കൃത്യമായി അന്വേഷണം നടത്തിയ ഒരു സന്നദ്ധ സംഘടന വിളിച്ചു പറയുമ്പോ അതിന്റെ വസ്തുതകൾ തേടിക്കൊണ്ട് രാജ്യത്തിന്റെ ഇലക്ഷൻ കമ്മീഷന്റെ അടുത്തേക്ക് ഈ രാജ്യത്തിന്റെ പൗരന്റെ അവകാശമായിരിക്കുന്ന ഇന്ത്യയിലെ സാധാരണക്കാരന് ഭരണഘടന അനുശാസിക്കുന്ന അവന്റെ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്ന അവന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന വിവരാവകാശ കമ്മീഷനിലൂടെ ഈ രാജ്യത്തിന്റെ ഇലക്ഷൻ കമ്മീഷന് ചോദ്യം ചെയ്യപ്പെടുമ്പോ ആ ചോദ്യം ചെയ്യപ്പെടുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമുട്ടുന്നത് സംഘപരിവാരത്തിന്റെ ആസ്ഥാന കേന്ദ്രമായ നാഗ്പൂരിലെ പ്രസിഡന്റ് അല്ല കേട്ടോ, BJPയുടെ സംസ്ഥാന ഓഫീസ് ചുമതലയുള്ള ദേശീയ നേതാവിനെയല്ല ചോദ്യം ചെയ്തപ്പോ ഉത്തരമുട്ടിയത് ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് 6 സാലറി എടുക്കുന്ന ജനാധിപത്യത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തന മണ്ഡലങ്ങളുടെ കാർമ്മികത്വം വഹിക്കുന്ന ഈ രാജ്യത്തിന്റെ ഇലക്ഷൻ കമ്മീഷൻ ഉത്തരം മുട്ടിക്കൊണ്ടിരിക്കുമ്പോ ഈ രാജ്യത്തിന്റെ പൗരാവലിക്ക് സംശയമാണ്. RSSന്റെ പോഷക ഘടകങ്ങളായിരിക്കുന്ന ഒരു സന്നദ്ധ സംഘടനകളുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നിടത്തേക്ക് ഈ രാജ്യത്തിന്റെ പൊതുഖജനാവിൽ നിന്ന് ഫണ്ട് മേടിക്കുന്ന ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ രാഷ്ട്രീയത്തിന് അതീതമായിക്കൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ, ഇന്ത്യൻ ഭരണഘടനയുടെ സുതാര്യമായിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് കാർമ്മികത്വം വഹിക്കേണ്ട, നേതൃത്വം കൊടുക്കേണ്ട തന്റെ കീഴുദ്യോഗസ്ഥരുടെ അപാകതകളെ നടത്തിയാൽ ചോദ്യം ചെയ്യുകയും നടപടികളും സ്വീകരിക്കുകയും ചെയ്യേണ്ട ഈ രാജ്യത്തിന്റെ ഇലക്ഷൻ കമ്മീഷൻ ഉത്തരം മുട്ടിപ്പോകുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങള് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തെക്കാൾ ഉയരമുള്ള A4ന്റെ കെട്ടുകണക്കിന് തെളിവുകളുമായിട്ട് ഈ രാജ്യത്തിലെ മാധ്യമങ്ങളെ അഡ്രസ് ചെയ്ത് വിളിച്ചു പറയുകയാണ്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലിരിക്കുന്ന 293 പാർലമെന്റ് മണ്ഡലത്തിന്റെ അധികാരത്തിൽ BJP ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസാരയിൽ ഇരിക്കുന്നത്, ഇന്ത്യയുടെ ആഭ്യന്തര കസാരയിൽ ഇരിക്കുന്നത് ഓഫ് ദ പീപ്പിളിലൂടെയല്ല, ഫോർ ദ പീപ്പിളിലൂടെയല്ല, ബൈ ദ പീപ്പിളിലൂടെയല്ല. അങ്ങനെ ഒരു ജനങ്ങളാൽ തെരഞ്ഞെടുത്ത ഒരു ഗവൺമെന്റ് അല്ല ഇന്ത്യയുടെ പാർലമെന്റിൽ ഇരിക്കുന്നത്. ഇതൊരു ഫേക്ക് ഗവൺമെന്റാണ്, ഇതൊരു തട്ടിപ്പ് ഗവൺമെന്റാണ്, ഇതൊരു കൊള്ളയുടെ രാഷ്ട്രീയത്തിൽ അധികാരത്തിൽ കയറിയ ഒരു ഗവൺമെന്റാണെന്ന് ഈ രാജ്യത്തോട് വിളിച്ചു പറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോ എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളോട്, മനുഷ്യത്വമുള്ള മനുഷ്യരോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇത്തരം ഒരു ഫേക്ക് ഗവൺമെന്റ് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ, ഇത്തരം ഒരു ഫേക്ക് ഗവൺമെന്റ് ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ, ഈ രാജ്യത്തിന്റെ മതേതരത്വത്തെ, ഈ രാജ്യത്തിന്റെ ഫെഡറലിസത്തെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, ഈ രാജ്യത്തിന്റെ പൊതുബോധം മനുഷ്യത്വത്തിന്റെ പൊതുബോധമാണ്, മാനുഷികതയുടെ പൊതുബോധമാണ്, സ്നേഹത്തിന്റെ പൊതുബോധമാണ്, ഐക്യത്തിന്റെ പൊതുബോധമാണ്, അർജുനപക്ഷത്തിന്റെ പൊതുബോധമാണ്, അനീതിക്കെതിരെ വർത്തമാനം പറയുന്ന, നീതിക്ക് വേണ്ടി സംസാരിക്കുന്ന, അക്രമകാരിയുടെ കൈക്ക് പിടിക്കുന്ന ഇന്ത്യയുടെ പൊതുബോധത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു ഭരണകൂടം നാട് ഭരിക്കുമ്പോ ആ ഭരണകൂടത്തെ, ആ ജനാധിപത്യ വിരുദ്ധ ഭരണ സംവിധാനത്തെ നിലനിർത്താൻ ഈ രാജ്യത്തിന്റെ
പ്രതിപക്ഷ സംവിധാനത്തിന് കഴിയുന്നില്ല എന്നുള്ളത് ഞാൻ പറയുന്നു. ഒരു ഫേക്ക് ഗവൺമെന്റ് നാട് ഭരിക്കുന്നതിനേക്കാൾ അപകടം ആ ഫേക്ക് ഗവൺമെന്റ് നാട് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴും അത് ബോധ്യപ്പെട്ടിട്ടും അത് തെളിവുകളിലൂടെ വസ്തുതകളിലൂടെ ബോധ്യപ്പെട്ടിട്ടും അതിന്റെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്ന ഒരു പ്രതിപക്ഷമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ശാപമെന്ന് ഈ നാട്ടുകാരുടെ മുമ്പിൽ വിളിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു നാട്ടിൽ കള്ളനുണ്ടാവുക എന്നുള്ളത്, ഒരു നാട്ടിൽ അക്രമകാരി ഉണ്ടാവുക എന്നുള്ളതിനേക്കാൾ ഏറ്റവും വലിയ അപകടം എന്താണെന്നറിയോ? ഒരു നാട്ടിൽ കള്ളന്മാരുണ്ടായിക്കൊണ്ടിരിക്കുമ്പോ, ഒരു നാട്ടിൽ അക്രമകാരികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോ ആ കള്ളന്മാർക്കും അക്രമകാരികൾക്കും വഴിവെട്ടിക്കൊടുക്കുന്ന ഒരു നാട്ടുകാരുണ്ടാകുക എന്നുള്ളതാണ് ആ നാടിന്റെ ഏറ്റവും വലിയ ശാപം. പ്രിയപ്പെട്ടവരെ, ഇന്ത്യയുടെ ശാപം ഈ വലിയ തോന്നിവാസം നടക്കുമ്പോ, ഇത്രമേൽ വലിയ തമ്മാടിത്തരം നടക്കുമ്പോ, ഇത്രമേൽ വലിയ ജനവിരുദ്ധ പ്രവർത്തനം നടക്കുമ്പോ, ഇത്രമേൽ വലിയ ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തുമ്പോ ഇതെല്ലാം ബോധ്യപ്പെട്ടിട്ടും അതിന്റെ മുമ്പിൽ മൗനം ഭുജിക്കുന്ന ഒരു പ്രതിപക്ഷമാണ്, അതിന്റെ മുമ്പിൽ മൗനം ഭുഷിക്കുന്ന ഒരു ജനാധിപത്യത്തിന്റെ ഉൾക്കാമ്പിൽ നിൽക്കുന്ന ഒരു പ്രതിപക്ഷമാണ് ഈ നാടിന്റെ ഏറ്റവും വലിയ ശാപമെന്ന് നമുക്കിവിടെ പറഞ്ഞു വെക്കേണ്ടിടാനുള്ളത്. എങ്ങനെയാണ് ഈ രാജ്യത്ത് സംഘപരിവാരം അധികാരത്തിൽ കയറിയത് എന്ന ബോധ്യം നമുക്കുണ്ട്. RSS എങ്ങനെയാണ് അവരുടെ രാഷ്ട്രീയ ഐഡിയോളജി കൊണ്ടുപോയത്? ചരിത്രം പഠിച്ച നാട്ടുകാരാണല്ലോ നമ്മളെല്ലാവരും. എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ, ഇടതുപക്ഷത്തിന്റെ, ഹരിത രാഷ്ട്രീയത്തിൽ ഏത് പാർട്ടിയിലും ഉൾക്കൊള്ളുന്ന മനുഷ്യർക്ക് വളരെ കൃത്യമായി ബോധ്യമുണ്ട്. RSS ഏതെങ്കിലും ജനകീയ സമരം നടത്തിയിട്ടാണോ ഇന്ത്യയുടെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത്? ചരിത്രം നിങ്ങൾ പരിശോധിക്ക്. ഈ രാജ്യത്ത് ഏതെങ്കിലും അടിസ്ഥാന ജനങ്ങളുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്ത് രാഷ്ട്രീയ വർത്തമാനം പറഞ്ഞിട്ട്, ഏതെങ്കിലും അഴിമതിയുടെ സമരം നടത്തിയിട്ട്, ഏതെങ്കിലും ജനവിരുദ്ധതയുടെ സമരം നടത്തിയിട്ട്, ഏതെങ്കിലും മനുഷ്യനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉയർത്തിക്കാണിച്ച് അധികാരത്തിൽ വന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണോ RSS പ്രതിനിധാനം ചെയ്യുന്ന ഭാരതീയ ജനതാ പാർട്ടി? അല്ല. എന്താണ് അവരുടെ രാഷ്ട്രീയ ഐഡിയോളജി? തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക, അധികാരത്തിലെത്തിയിട്ടുള്ളത് മനുഷ്യന്റെ ജീവനുകളെ കൊണ്ട് ഹോളി കളിച്ച് വർഗീയ ധ്രുവീകരണം നടത്തി, കലാപകലുഷിത പ്രവർത്തനങ്ങൾ നടത്തി, മനുഷ്യനെ പരസ്പരം തമ്മിലടിപ്പിച്ച്, മുട്ടനാടുകളെ കൊണ്ട് തമ്മിലടിപ്പിച്ച് മാറി നിന്ന് അത് കണ്ട് രസിക്കുന്ന കുറുക്കന്റെ കൗശല കഥകൾ വായിക്കുന്നത് പോലെയാണ് ഇന്ത്യൻ ചരിത്രത്തിൽ BJPയുടെ രാഷ്ട്രീയം നമുക്ക് വായിക്കുമ്പോൾ കാണാൻ കഴിയുക. പരസ്പരം മനുഷ്യനെ മതം പറഞ്ഞ് തമ്മിലടിപ്പിക്കുക. ഇപ്പോഴും അതാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ മതം പറഞ്ഞ് തമ്മിലടിപ്പിച്ച് രാഷ്ട്രീയത്തിന്റെ അധികാരത്തിൽ കയറിയിരുന്നു. ഇപ്പൊ സംഘപരിവാരം ഇന്ത്യൻ ജനതയ്ക്ക് ബോധ്യപ്പെടുകയാണ്, ഈ രാജ്യത്തിലെ പൗരബോധത്തിന് ബോധ്യപ്പെടുകയാണ്. ഈ വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രം അവരവരുടെ രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് മറ്റു താല്പര്യങ്ങളില്ല. അവരുടെ താല്പര്യം എന്ന് പറയുന്നത് മനുവാദത്തെ സ്ഥാപിക്കുക എന്ന് പറയുമ്പോ എന്നെ ശ്രമിക്കുന്ന ജനാധിപത്യ വിശ്വാസികൾക്ക് ബോധ്യപ്പെടാൻ ഈ രാജ്യത്തെ 2% മാത്രമുള്ള ഇന്ത്യയിലെ സവർണ താല്പര്യം സംരക്ഷിക്കപ്പെടുക, പൂണൂൽ ധരിച്ച ബ്രാഹ്മണന്റെ താല്പര്യം സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് മാത്രമാണ് RSS പ്രതിനിധാനം ചെയ്യുന്ന BJPയുടെ രാഷ്ട്രീയ അജണ്ട. അത് ഈ തെരുവിന്റെ ബോധ്യമായി ഇന്ത്യയിലെ ദളിതുകൾക്ക്, ഇന്ത്യയിലെ ആദിവാസികൾക്ക്, ഇന്ത്യയിലെ പറയപ്പുളിയ പിന്നോക്ക സാധാരണക്കാരനായ മനുഷ്യന് നട്ടപ്പാതിരാക്ക് അമ്പലമുറ്റ താൽമരത്തിൽ കുറുവടിയും ഏന്തിക്കൊണ്ട് ഈ നാട്ടിലെ വല്ല RSSകാരനും RSSന് വേണ്ടി പണിയെടുക്കുന്നുവെങ്കിൽ അവരോട് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, പ്രിയപ്പെട്ട സുഹൃത്തെ, ഇന്ത്യയിലെ RSSന്റെ താല്പര്യം, രാഷ്ട്രീയ താല്പര്യം എന്താണെന്നറിയോ? ഈ രാജ്യത്തൊരു അനുവാദം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ രാജ്യത്ത് സവർണ താല്പര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒരു കാലത്ത് ഈ വീട്ടിൽ പോയിട്ട് അമ്മൂമ്മയോട് ചോദിക്കണം കേട്ടോ, അച്ഛനും അച്ഛന്മാരോടും ചോദിക്കണം, നാട്ടിൻപുറത്തെ കാർന്നവന്മാരോട് ചോദിക്കണം. ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഈ നാടിന്. ഈ അങ്ങാടിക്കലിന്റെ കഥകൾ പറയാനുണ്ട്. ഇന്ത്യയിലെ സവർണം പോകുന്ന വഴിയിലൂടെ ഈ നാട്ടിലെ തൊഴിൽക്കറുത്ത അമ്മയുടെ വയറ്റില് ജന്മം നൽകി അവർണനായ സഹോദരിക്ക് വഴി നടക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു കാലഘട്ടം ഈ ഇന്ത്യക്കുണ്ടായിരുന്നു. സവർണൻ കുടിക്കുന്ന കിണറ്റിൽ നിന്ന് ഒരു തുള്ളി ദാഹജലം പോലും കുടിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്തൊരു കാലഘട്ടം ഈ ഇന്ത്യക്ക് പറയാനുണ്ട്. എന്തിനേറെ തന്റെ സങ്കടങ്ങളും വേദനകളും വ്യതനകളും തന്റെ പ്രിയപ്പെട്ട ആരാധ്യമൂർത്തിമാരുടെ മുമ്പിൽ കൈകൂപ്പി കലങ്ങുന്ന കണ്ണുകളുമായിട്ടെന്ന് കരഞ്ഞു പറയാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്തൊരു കാലഘട്ടം ഈ ഇന്ത്യക്ക് പറയാനുണ്ട്, ഈ നാടിന് പറയാനുണ്ട്, പാലക്കാടിന്റെ ഗ്രാമനഗരങ്ങൾക്ക് പറയാനുണ്ട്. ഇന്ത്യയിലെ സവർണം പോകുന്ന അമ്പലത്തിൽ പോയിട്ട്
സവർണൻ കൈക്കൂപ്പുന്ന ആരാധ്യ പുരുഷന്മാരുടെ മുമ്പിൽ, ആരാധ്യമൂർത്തിമാരുടെ മുമ്പിൽ തന്റെ സങ്കടങ്ങൾ പറയാൻ സ്വാതന്ത്ര്യമില്ലാത്തൊരു കാലഘട്ടം ഈ ഇന്ത്യക്ക് പറയാനുണ്ട്. എന്തിനേറെ ഈ നാട്ടിലെ സവർണയായ സഹോദരിമാർ അവരുടെ അഭിമാനം മറക്കാൻ, അവരുടെ മാറങ്ങ് മറക്കാൻ ഒരു തൂണിന്റെ ഒരു മറ തന്റെ മാറിനോട് ചേർത്ത് വെക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത ഈ നാട്ടിലെ അവർണയായ, ഈ നാട്ടിലെ സവർണനായ ബ്രാഹ്മണ ജന്മിയുടെ മുമ്പിൽ തന്റെ മാറ് പ്രദർശിപ്പിക്കുന്ന ഒരു പ്രാചീനമായ ഒരു കാലഘട്ടം ഈ നാടിന് പറയാനുണ്ട്, പാലക്കാടിന് പറയാനുണ്ട്. അതിനെ ചുറച്ചു തോൽപ്പിച്ചത് ഇന്ത്യയുടെ പൊതുബോധമാണ്, ഇന്ത്യയുടെ മനുഷ്യത്വ ബോധമാണ്, ഈ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനമാണ്, ഈ രാജ്യത്തിന്റെ ജനാധിപത്യമാണ്. പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്തെ സംഘപരിവാരം തിരിച്ചു കൊണ്ടുപോകുന്നത് ആ മനുവാദത്തിലേക്കാണ്, ആ സവർണ രാജ്യത്തിലേക്കാണ്, ആ ഇന്ത്യയിലെ അവർണ സവർണ വിഭാഗത്തെ വേർതിരിക്കപ്പെടുന്ന ഒരു ഇന്ത്യയിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുപോവുകയാണ്. അത് ഈ രാജ്യത്തെ ദളിതർക്ക് ബോധ്യമാവുകയാണ്, അത് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങൾക്ക് ബോധ്യമാവുകയാണ്. സംഘപരിവാരത്തിന്റെ രാഷ്ട്രീയ ബുദ്ധികൾ വിലയിരുത്തപ്പെടുകയാണ്. ഇനിയൊരു വർഗീയ കലാപത്തിലൂടെ, ഒരു മത ധ്രുവീകരണത്തിലൂടെ അധികാരത്തിലേക്ക് എത്തുക എന്നുള്ളത് അസാധ്യമാണെന്ന തിരിച്ചറിവില് 2024 ഈ ഗവൺമെന്റിന്റെ രാഷ്ട്രീയ സംവിധാനങ്ങളെടുത്ത ഒരു മറ്റൊരു താല്പര്യ ബുദ്ധിയായിരുന്നു വോട്ടട്ടിമറി നടത്തുക എന്നുള്ളത്. അങ്ങനെ വോട്ടട്ടിമറി നടത്തണമെങ്കിൽ ആരെ വിലക്കെടുക്കണം? ഈ രാജ്യത്തിലെ ഇലക്ഷൻ കമ്മീഷന് വിലക്കെടുക്കണം. അങ്ങനെ ഇലക്ഷൻ കമ്മീഷന് ഹോൾസെയിലായി വിലക്കെടുത്ത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പില് മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി 293 പാർലമെന്റ് മണ്ഡലങ്ങളുടെ പിന്തുണയോടുകൂടി BJP ഗവൺമെന്റ് അധികാരത്തിലെത്തിയിരിക്കുന്നു. അഥവാ 79 ലോക്സഭാ മണ്ഡലമാണ് കള്ളവോട്ടിലൂടെ നരേന്ദ്രമോദി ഗവൺമെന്റ് സ്വന്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ കള്ളവോട്ട് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടന്നിട്ടില്ലായിരുന്നുവെങ്കിൽ 313 പാർലമെന്റ് മണ്ഡലങ്ങളുടെ മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസാരയില്, ഇന്ത്യയുടെ ഭരണ കസാരയില് NDA സർക്കാർ സംവിധാനം വരുമെന്നുള്ളത് കണക്കുകൾ വിളിച്ചു പറയുമ്പോ നമുക്കൊരു അത്ഭുതം തോന്നുകയാണ്. ഇവിടെ എന്താ നമുക്ക് തോന്നുന്ന അത്ഭുതം? അങ്ങനെ ഒരു വോട്ടട്ടിമറി നടന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ പിന്തുണയോടുകൂടി UDF എന്ന് പറയുന്ന ഒരു സംവിധാനം, NDA സർക്കാർ അധികാരത്തിലേക്ക് കടന്നുവരും. അങ്ങനെ അധികാരത്തിലേക്ക് കടന്നു വരുമ്പോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ആരാ ഉണ്ടാവുക? രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുണ്ടാകണമായിരുന്നു. കേരളത്തിലും ഇന്ത്യയിൽ നിന്നും പ്രതിപക്ഷത്തിരിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ MP-മാർ ഇന്ന് ഇന്ത്യയുടെ പാർലമെന്റിൽ ഭരണപക്ഷ കസാരയിൽ ഇരിക്കേണ്ടതായിരുന്നു. പക്ഷേ ഇത്തരം ഒരു സുവർണാവസരം തട്ടിയെടുത്ത ഒരു ഗവൺമെന്റ് കള്ളത്തരമാണ് നടത്തിയത് എന്ന കണക്കുകൾ തന്റെ കൈകളിലുണ്ടായിട്ട്, വസ്തുതാപരമായിരിക്കുന്ന ബോധ്യങ്ങളുണ്ടായിട്ട് നമുക്ക് അത്ഭുതം തോന്നുകയാണ്. എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിയും എന്തുകൊണ്ട് ഈ പറയപ്പെടുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ സംവിധാനങ്ങളുടെ കേവലം ഒരു റോഡ് ഷോ യാത്രയിൽ ഒതുങ്ങി നിൽക്കുന്നു ഈ അങ്ങാടിക്കാർക്ക് ഞാൻ ആ സംശയം വിട്ടുതരികയാണ്. അതിന്റെ കള്ളത്തരങ്ങളും അഴിമതിയും നടന്നത് യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശിൽ മാത്രമല്ല, ഗുജറാത്തിലെ മോഡിസത്തിന്റെ രാഷ്ട്രീയത്തിന് വലക്കൂറുള്ള വെള്ളമടിച്ച മണ്ണായ ഗുജറാത്തിൽ നിന്ന് മാത്രമല്ല, ഈ സംഘപരിവാരത്തെ, ഈ ഫേക്ക് രാഷ്ട്രീയത്തെ, ഈ ജനവിരുദ്ധ രാഷ്ട്രീയത്തെ എക്കാലത്തും ചോദ്യം ചെയ്ത് ചെറുത്തു തോൽപ്പിച്ച ഒരു ചെറുകരയുണ്ട്. അത് കേരളത്തിന്റെ മണ്ണാണ്. കേരളത്തിന്റെ മണ്ണെന്ന് പറയുന്നത് രാഷ്ട്രീയപരമായ പ്രബുദ്ധതയുടെ മണ്ണാണെന്ന് നാഴികക്ക് 40 വട്ടം നമ്മൾ വിളിച്ചു പറയുന്നത്. നമ്മൾ അഭിമാനത്തോടെ പറയുന്നുണ്ട്, പ്രബുദ്ധരാണ് കേരളത്തിന്റെ മണ്ണിലുള്ളത് എന്ന്. രാഷ്ട്രീയപരമായിട്ട്, മാനുഷികപരമായിട്ട്, മനുഷ്യത്വപരമായിട്ട്, വിദ്യാഭ്യാസപരമായിട്ട്, പരിസരപരമായിട്ട്, സാമൂഹികപരമായിട്ട്, സാംസ്കാരികപരമായിട്ട്, ഭൗതികപരമായിട്ട്, കാർഷികപരമായിട്ട് സർവ്വമേഖലകളിലും ഔന്നിത്യമുള്ള, ബോധ്യമുള്ള, കാഴ്ചപ്പാടുള്ള ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ചേരു പ്രദേശമെന്ന് വേണമെങ്കിൽ, ദൈവത്തിന്റെ സുന്ദര രാജ്യമെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു നാട്ടുമ്പുറമാണ് നമ്മുടെ കൊച്ചു കേരളമെന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ആ കേരളത്തിന്റെ പൊതുബോധ മണ്ണിൽ പോലും ഈ സർക്കാർ, NDA സർക്കാർ അഴിമതി രാഷ്ട്രീയത്തിന്റെ, കള്ളവോട്ടിന്റെ രാഷ്ട്രീയത്തിന്റെ അധികാരത്തിന്റെ വഴികൾ വെട്ടുമ്പോ UP-യിൽ നിന്ന് മാത്രമല്ല വെട്ടിയത്, ഗുജറാത്തിൽ നിന്ന് മാത്രമല്ല വെട്ടിയത്, യോഗി ആദിത്യനാഥിന്റെ മണ്ണിലും നരേന്ദ്രമോദിയുടെ വളക്കൂറുള്ള മണ്ണിലൂടെ മാത്രം
സജീവമായിരിക്കുന്ന സംഘപരിവാരത്തെ സെമിനാറിലൂടെ ചോദ്യം ചെയ്യാൻ, സിംബോസിയത്തിലൂടെ ചോദ്യം ചെയ്യാൻ, സോഷ്യൽ മീഡിയ വാളുകളിലൂടെ ചോദ്യം ചെയ്യാൻ, പ്രകടനങ്ങളിലൂടെ അങ്ങാടികളും ക്യാമ്പസുകളും പ്രകടനങ്ങളും CPM-കാരന്റെ ചെമ്പടിയുടെ രാഷ്ട്രീയം ഭരിക്കുന്ന കേരളത്തിന്റെ മണ്ണിൽ നിന്നാണ് BJP-ക്കാരൻ കള്ളവോട്ടിലൂടെ രാഷ്ട്രീയ വഴിവെട്ടിയത് എന്ന് പറയുമ്പോ ഈ നാട്ടിലെ പ്രബുദ്ധരായ നാട്ടുകാർക്ക് അത്ഭുതം തോന്നുകയാണ്. കേരളത്തിന്റെ നിയമസഭയിൽ ന്യായീകരിക്കാൻ BJP-യുടെ ഒരു MLA പോലുമില്ല എന്ന് ഈ നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ വെക്കുകയാണ്. ആ നിയമസഭയുടെ അധീനതയുള്ള കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ഏതാണ്ട് 70,000-ൽ വരുന്ന കള്ളവോട്ടുകള് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ BJP-ക്കാരൻ അവന്റെ അക്കൗണ്ടിലേക്ക് ആക്കിയിട്ടുണ്ട് എന്ന് തൃശൂരിലെ സഹോദരന്മാർ വിളിച്ചു പറയുകയാണ്. എന്റെ വീട്ടു നമ്പറിൽ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത BJP-യുടെ പാർലമെന്റ് മണ്ഡലത്തിൽ പോയിരിക്കുന്ന സുരേഷ് ഗോപിയുടെ ഡ്രൈവർ വോട്ട് ചെയ്തിരിക്കുന്നത് എന്റെ വീട്ടു നമ്പറിലാണെന്ന് മലയാളികാരിയായ തൃശൂരുകാരി വിളിച്ചു പറയുമ്പോ എന്റെ അച്ഛന്റെ പേര് ഉപയോഗിച്ചുകൊണ്ട്, എന്റെ വീട്ടു നമ്പർ ഉപയോഗിച്ചുകൊണ്ട് BJP-യുടെ സംസ്ഥാന നേതാക്കന്മാർ, RSSന്റെ നേതാക്കന്മാർ ഈ മണ്ഡലത്തിൽ വന്ന് വോട്ട് ചെയ്തിരിക്കുന്നു എന്ന് കണക്കുകൾ വിളിച്ചു പറയുമ്പോ, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അങ്ങാടിയിൽ ഒരു ചർച്ചാ വിഷയമായോ? ഇവിടുത്തെ ഏതെങ്കിലും മാധ്യമങ്ങളില് ഏതെങ്കിലും ഒരു സായാഹ്ന ചർച്ചകളിൽ നീണ്ടു നിൽക്കുന്ന ചർച്ചയായോ? ആ ചർച്ച എവിടെ പോയി എന്ന് ചോദിക്കുമ്പോ നിങ്ങളുടെ മനസ്സിലേക്ക് അതിന്റെ ഒരു ഉത്തരം ഞാൻ ഇട്ടു തരാം. ആ ചർച്ചയെ മുക്കിക്കളഞ്ഞു കേട്ടോ. മറ്റൊരു വാർത്ത കൊണ്ടുവന്നുകൊണ്ട് ആ ചർച്ചയെ മുക്കിക്കളഞ്ഞു. ഏതായിരുന്നു ആ വാർത്ത എന്നറിയോ? പാലക്കാട്ടുകാർക്ക് അറിയാമല്ലോ. പാലക്കാട് പൊതുതെരഞ്ഞെടുപ്പ്, ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോ പാലക്കാടിന്റെ മണ്ഡലത്തിലേക്ക് കടന്നു വന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന പാലക്കാടിന്റെ MLA ആയിട്ട് ഇന്നും നിലനിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ അവിഹിത കഥകളുടെ പുതിയ വാർത്തകള് പൊട്ടിപ്പുറപ്പെട്ടത് നിങ്ങൾ ശ്രദ്ധിച്ചോ? രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നെറികേടുകളെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തില് ഒരു ജനപ്രതിനിധിയായിരിക്കുമ്പോ സംഭവിക്കാൻ പാടില്ലാത്ത അധാർമികപരമായ പ്രവർത്തനങ്ങള് ഈ നാട്ടില് ഒരു മനുഷ്യനെതിരെ അവന്റെ ആവിഷ്കാരത്തിനെതിരെ കൈപ്പൊക്കിയ മുഴുവൻ കൈകളും ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. പക്ഷേ ഈ അങ്ങാടിയിൽ ഞാൻ ചർച്ചാ വിഷയമാക്കുന്നത് അതിനെ കൃത്യമായി അനാവരണം ചെയ്യുമ്പോ ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്. പാലക്കാടിന്റെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോ പാലക്കാട് മണ്ഡലത്തിലേക്ക് വണ്ടി കയറിയ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അന്നുയർന്നു വന്ന ആരോപണമായിരുന്നു, പ്രിയപ്പെട്ടവരെ, ഈ കാലമത്രയും നമ്മൾ കൊട്ടിഘോഷിച്ച വാർത്ത. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോ പാലക്കാട് മണ്ഡലം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിൽ കിട്ടാതിരിക്കാൻ എന്റെ പാർട്ടിയിലുള്ളവര്, എന്റെ കൂടെ യാത്ര ചെയ്തവര്, എന്റെ കൂടെ അത്താഴം കഴിച്ചവര് സർവരും കൂടെ നിൽക്കുന്നവരെ വെട്ടാൻ അന്നുപയോഗിച്ച ആയുധമായിരുന്നു. പക്ഷേ അത് സാധ്യമാകാതെ പോയി. ആ വാർത്തകൾ അവിടെ നിലനിൽക്കുകയാണ്. പക്ഷേ ആ വാർത്തകളുടെ സത്യവും അസത്യവും ചോദ്യം ചെയ്യപ്പെടുകയില്ല. ഞാൻ ഈ പൊതുവേദിയിൽ ഉദ്ദേശിക്കുന്നത്, ഞാൻ പറഞ്ഞു വന്നത്, ആ വാർത്ത പിന്നെ ഓണാകുന്നത് എപ്പോഴാണെന്നറിയോ നിങ്ങള്? കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ണിലുത കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ പ്രതിക്കൂട്ടിലാകാൻ പോവുകയാണ്. BJP ഗവൺമെന്റും BJP നേതൃത്വവും പ്രതിക്കൂട്ടിലാകാൻ പോവുകയാണ്. പ്രബുദ്ധതയുടെ കേരളം ചർച്ച ചെയ്യാൻ പോവുകയാണ്. എന്താണ് പ്രബുദ്ധതയുടെ കേരളം ചർച്ച ചെയ്യുന്നത്? ഈ തൃശൂർ മണ്ഡലത്തില് സർവ്വസാധാരണമായ കൃത്യമായ രാഷ്ട്രീയപരമായ വിവക്ഷമില്ലാത്ത സാധാരണ സഹോദരിമാർ അവർ വസ്തുതാപരമായി കണക്കുകൾ വെച്ച് വിളിച്ചു പറയുകയാണ്. എന്റെ വീട്ടഡ്രസ്സില്, വീട്ടു നമ്പറില് ഞങ്ങളുടെ കുടുംബ പേരുപയോഗിച്ച്, അച്ഛന്റെ പേരുപയോഗിച്ച് ഇന്നാലിന്റെ കള്ളവോട്ടുകൾ നടത്തിയിരിക്കുന്നു എന്ന് RSSന്റെയും BJP-യുടെയും നേതാക്കന്മാർ ചാനൽ മുറികളിൽ വന്നിരുന്നു പറയുന്നത്. കേരളത്തിലെ മുഴുവൻ BJP-ക്കാരെയും ഞങ്ങള് വേണമെങ്കിൽ ഒരു മണ്ഡലത്തിലേക്ക് സമാഹരിച്ച് ഞങ്ങൾ ഇത്തരത്തിലുള്ള വോട്ട് കച്ചവടം ഞങ്ങൾ നടത്തുമെന്ന് ഒരു ഉറപ്പുമില്ലാതെ പരസ്യമായിട്ട് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഇലക്ഷൻ സംവിധാനത്തിന്റെ സുതാര്യതയെ വെല്ലുവിളിച്ച് പറയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോ